ഡിമാക്കിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നാണ്. കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാം, കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യാം, കണ്ടൻറ്റിനകത്ത് ഇമേജ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കണ്ടൻറ്റ് എഴുതുമ്പോഴെല്ലാം അത് രണ്ട് കൂട്ടർക്ക് വായിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ കണ്ടൻറ്റ് എഴുതേണ്ടത്. ഒന്ന്, ഒരു സെർച്ച് റിസൾട്ടായിട്ട് നമ്മളുടെ വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർച്ച് എൻജിൻ റോബോട്ടുകൾക്ക് വായിക്കാൻ പാകത്തിന് ആയിരിക്കണം നമ്മളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കണ്ടൻറ്റുകൾ എഴുതേണ്ടത് മാത്രമല്ല കണ്ടൻറ്റുകൾ കൃത്യമായി അടുക്കി വെക്കേണ്ടത്. രണ്ടാമത്തത്, നമ്മൾക്ക് തന്നെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും വായിക്കാൻ പറ്റുന്ന വിധത്തിൽ എങ്ങനെയാണ് നമുക്ക് കണ്ടൻറ്റുകൾ എഴുതേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസുകളുണ്ട്. അത് ഒന്നാമത്തത് H1 മുതൽ H6 വരെയുള്ള ടാഗുകൾ. H1 ടാഗുകൾ എല്ലാ വെബ് പേജുകളിലും ഒന്നേ ഉണ്ടാവുള്ളൂ. എന്നാൽ H2ഉം H3 അങ്ങനെയുള്ള ടാഗുകളെല്ലാം ഈ H1ൻ്റെ സബ് ടാഗുകളായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളൊരു ലൈബ്രറിയിൽ എങ്ങനെയാണ് ബുക്കുകൾ കൃത്യമായിട്ട് അടുക്കി വെക്കുന്നത്, അതേപോലെ നമ്മളുടെ കണ്ടൻറ്റുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് H1 ടാഗിൻ്റെ, H1 എന്ന് പറഞ്ഞാൽ ഹെഡിങ് സ്റ്റൈൽ 1 ടാഗിൻ്റെ അണ്ടറിലും അതിൻ്റെ പ്രയോറിറ്റി സെക്കൻഡായിട്ട് നിൽക്കുന്ന ടാഗുകളെല്ലാം H2ഉം പിന്നെ H3 പിന്നെ അങ്ങനെ ലൂപ്പ് ചെയ്തിട്ട് H6 വരെ നമുക്ക് ഉപയോഗിക്കാം. ഈ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് എങ്ങനെയാണ് കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രാക്ടിക്കൽ സെക്ഷനിൽ നോക്കാം. പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ്. ഇതിലിനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമ്മളുടെ കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പേജസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു. പേജസിലാണുള്ള കണ്ടൻറ്റുകളുള്ളത്. പേജസ് വന്നു. അതിൽ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്, ഓൾ പേജസ്, ആഡ് ന്യൂ പേജ്. ഓൾ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഉള്ള എല്ലാ പേജുകളും ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ആഡ് ന്യൂ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തില്ലാതെ നമുക്ക് എക്സ്ട്രാ സർവീസോ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ ഒക്കെ അഡീഷണലായിട്ട് നമുക്കൊരു പേജ് വരികയാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളുടെ അടുത്തൊരു ടോപ്പിക്കാണ്. നമുക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ഓൾ പേജസിനകത്തോട്ട് പോകാം. ഓക്കെ, ഇത് കണ്ടല്ലോ, എബൌട്ട്, അക്കാദമിക്, ആക്ടിവിറ്റീസ്, അങ്ങനെ പറയുന്ന ഒരുപാട് പേജസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഈ പേജസുകളിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഹോം പേജാണ്. ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഡിഫോൾട്ട് പേജിനെയാണ് നമ്മളുടെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹോം പേജ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആദ്യം ഒന്ന് എന്താണ് നമ്മളുടെ ഹോം പേജ് എന്നൊന്ന് കാണാം. അതിന് വ്യൂ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്തൊരു ടാബിൽ ഓപ്പൺ ചെയ്യാൻ കൊടുത്തു. കണ്ടല്ലോ, ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, നമ്മളുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഹോം പേജിനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഹോം പേജിനകത്തോട്ട് നമ്മളുടെ മൗസ് ബട്ടൺ കൊണ്ടുവരുമ്പോഴത്തേന് ഇവിടെ കുറച്ച് ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്പ്രസിൻ്റെ ബൈ ഡീഫോൾട്ടായിട്ടുള്ള എഡിറ്ററിൽ നമ്മളുടെ പേജ് എഡിറ്റ് ചെയ്യാനാണ്. രണ്ടാമത്തത് ക്വിക്ക് എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലത്തെ ലിങ്ക് പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ SEO ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനാണ് ക്വിക്ക് എഡിറ്റ്. ട്രാഷ് എന്ന് പറഞ്ഞാൽ ഈ പേജ് ഡിലീറ്റ് ചെയ്ത് കളയാൻ. വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു, നേരെ പുതിയൊരു വിൻഡോയിൽ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ. ദെൻ നമുക്ക് പോകേണ്ടത് എഡിറ്റ് വിത്ത് എലമെൻ്റാണ്. ഞാൻ നമ്മളുടെ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എലമെൻറ്ററും കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വേർഡ്പ്രസിൻ്റെ ബൈ ഡീഫോൾട്ടായിട്ടുള്ള എഡിറ്റർ, രണ്ടാമത്തത് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എഡിറ്ററാണ്, അതാണ് എലമെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എലമെൻറ്ററിനകത്ത് നമ്മളുടെ വേർഡ്പ്രസ് സൈറ്റിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് ലോഡാകാൻ ഒരു മിനിറ്റ് എടുക്കും. നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു.
ഇവിടെ നിങ്ങൾ ഓരോ പിക്ചറിൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ടെക്സ്റ്റിൻ്റെയും മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് മാതിരി വരുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു എന്താ പറയുക, പേനയുടെ സിമ്പലും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ബ്ലോക്കാണെന്ന് മനസ്സിലാക്കുക. ഇത് മാത്രമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും എന്നും മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാം. ഈ ഒരു ലെറ്റേഴ്സ് ഭയങ്കര വലിപ്പമുള്ളതാണ്, ഇത് കുറച്ച് വലിപ്പം കുറവാണ്, ഇത് കമ്പാരിറ്റീവ്ലി എന്താ പറയുക ഏറ്റവും മുകളിലത്തെ ലെറ്ററിൻ്റെ തൊട്ടടിയിൽ നിൽക്കുന്ന ലെറ്ററാണ്. ഇങ്ങനെ ഓരോന്നും വരുന്നുണ്ട് അല്ലേ. ഇത് കണ്ടല്ലോ, ഇത് വന്നു. ഓക്കെ, ഇത് പക്ഷേ സാധാരണ ലെറ്ററാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. ഫൂട്ടറും ഹെഡറും ഒക്കെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കണ്ടൻറ്റുകൾ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹെഡിങ്, ഒരു വെബ്സൈറ്റിൻ്റെ മെയിൻ ഹെഡിങ് നമ്മൾ H1 ടാഗിലാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്കിത് കാണാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയണം. അതിന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ബ്ലോക്കിനകത്ത് വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പെന്നുള്ള എന്താ ചെയ്യുക, ആ ഒരു സിമ്പലിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ടൂൾസ് വരും, റൈറ്റ് സൈഡിൽ അതിൻ്റെ റിസൾട്ടും വന്നിരിക്കും. സോ ദ ചാമ്പ്യൻ സ്കൂൾ ടെക്സ്റ്റാസ് എന്നുള്ളത് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ ടൈറ്റിലിൻ്റെ തൊട്ടടിയിലായിട്ട് കാണുന്നുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ സൈസ് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈസ് മാറ്റി സെറ്റ് ചെയ്യാം. ഏതെല്ലാം സൈസുണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ്, XXL ഇങ്ങനെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേനും ഓരോന്നും എടുത്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നതിനെ കൂടുതൽ ജസ്റ്റ് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി HTML ടാഗ്, അതായത് ഹെഡിങ് സ്റ്റൈലുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഹെഡിങ് സ്റ്റൈൽ എന്താണ്, H1. അപ്പോൾ വെബ്സൈറ്റിൽ ഒരു H1 ടാഗ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇതിനോടനുബന്ധിച്ചിട്ട് ഇതിനെ ലൂപ്പ് ചെയ്തിട്ടാണ് അടുത്ത H2 ടാഗുകളൊക്കെ വരുന്നത്. സോ ഇവിടെ എത്ര എണ്ണം വന്നിട്ടുണ്ട്, H1 മുതൽ H6 വരെയുള്ള ടാഗുകളുണ്ട്. പിന്നെ ഡിവിഷൻ വന്നിട്ടുണ്ട്, സ്പാൻ വന്നിട്ടുണ്ട്, പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പം H1 H2 ഒക്കെ പഠിക്കുക. ബാക്കിയുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യുന്നതാണ്. ലെഫ്റ്റ് ഇതിൻ്റെ സ്റ്റൈല് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റൈലിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ടെക്സ്റ്റിൻ്റെ കളറ് ഇവിടെ കണ്ടില്ലേ, വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് വൈറ്റ് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏത് കളറാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, കണ്ടല്ലോ. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കളറ് നമുക്കവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൈപ്പോഗ്രഫി ജസ്റ്റ് എടുത്തു നോക്കുക എന്തൊക്കെയാണ് ഇതിനകത്ത്. ഇപ്പോൾ ഫോണ്ടിൻ്റെ ഫാമിലി ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എത്ര വരണം, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അതായത് ചെറിയ ആനിമേഷൻ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനാണ് ടൈപ്പോഗ്രഫി ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റിൻ്റെ സ്ട്രോക്ക്, ടെക്സ്റ്റ് എത്ര ആ ഒരു എന്താ പറയുക സ്റ്റൈലിൽ വരണം, അതിൻ്റെ ഔട്ട്ലൈനിങ് ഒക്കെ എങ്ങനെ ഇടണം, ദെൻ ടെക്സ്റ്റിൻ്റെ ഷാഡോസ് എല്ലാം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതെല്ലാം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ അഡ്വാൻസ്ഡ് ഫീച്ചറിനകത്ത് ഇതിനകത്ത് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുകളിലത്തെ ബ്ലോക്കിൽ നിന്ന് അടിയിലത്തെ ബ്ലോക്കിൻ്റെ ഇടയിൽ വരുന്ന സ്പേസിനെയാണ് എന്ത് പറയുന്നത്, മാർജിൻ എന്ന് പറയുന്നത്. പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ലെറ്റർ ആണെങ്കിൽ പിക്ചറാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലോക്കിൽ നിന്ന് ആ പിക്ചറിലേക്ക് എത്താനുള്ള സ്പേസിനെയാണ് പാഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ലെഫ്റ്റ് പാഡിങ് ഉണ്ട്, ടോപ്പ് പാഡിങ്, റൈറ്റ് പാഡിങ്, ദെൻ ബോട്ടം പാഡിങ്. ഇതേമാതിരി ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, മാർജിൻസ് വരുന്നുണ്ട്. മാർജിന് ടോപ്പ് മാർജിനുണ്ട്, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ, ദെൻ ബോട്ടം മാർജിൻ ഉണ്ട്. അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് സുന്ദരമാകാൻ, ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് മാർജിൻസുകളും പാഡിങ്ങുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മളുടെ ടെക്സ്റ്റ് അലൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഇവിടെ കാണുന്ന ഈ ഒരു മാർജിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ എടുക്കാം. ഓക്കെ, നമുക്ക് കണ്ടൻറ്റിലേക്ക് വന്നു. ഇത് നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്, H1 ടാഗാണ്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്യണം. ഇത് ചാമ്പ്യൻ സ്കൂൾ ടെക്സ്റ്റാസ് എന്നതിന് പകരമായിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ കോട്ടക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നാക്കണം. അതിന് ലെഫ്റ്റിൽ അത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, കോട്ടക്കൽ GOVT HG ഹൈസ്കൂൾ കണ്ടല്ലോ. അപ്പം ലെഫ്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ എത്തുന്നുണ്ട്. ഇനി അടുത്ത ബ്ലോക്ക് നമ്മൾ സെലക്ട് ചെയ്തു. അടുത്ത ബ്ലോക്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേന് അത് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്,
ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ടൂൾസ് വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മളിത് മാറ്റുന്നതിനനുസരിച്ച് മാറ്റാം. The best performer in education and also in extra curriculum activities. curriculum spelling RRI ആണ്. ഓക്കെ, curriculum activities. കണ്ടല്ലോ, നമ്മളിവിടെ കൊടുത്തു. ആ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ദ ബെസ്റ്റ് പെർഫോമർ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നമ്മളിത് വന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെ എന്ത് ചെയ്തത്, അറിയാണ്ട് ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് പോയതുകൊണ്ടാണ് ആ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അതറിയാതെയാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മുകളിലോട്ടോ എവിടോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഡിസൈനുകളെ ഡ്രാഗ് ചെയ്തിട്ടിടാം. ഇനി അടുത്ത ഒരു എന്താ പറയുന്നത് ഹെഡിങ് ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കുക, അതിന് H2 എന്നാണ് പറയുന്നത്. H2 ടാഗിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഹെഡിങ് H1 വന്നു, സബ് ഹെഡിങ് H2 വന്നു. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇപ്പം ലേൺ ബിഗിൻ വിത്ത് അസ് അത് തന്നെയുള്ള റൈറ്റ് ക്ലിക്ക്. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ബ്ലോക്ക് നമ്മളെടുത്തു. അടുത്ത ബ്ലോക്ക് എടുക്കുമ്പോഴത്തേന് ഇതിനകത്ത് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു പാരഗ്രാഫ് മാതിരി അതിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഈ പാരഗ്രാഫിൻ്റെ ഇത് കണ്ടില്ല, മുകളിൽ പാരഗ്രാഫ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പാരഗ്രാഫ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹെഡിങ്ങിൻ്റെ സ്റ്റൈലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, പാരഗ്രാഫ് മാത്രം സെലക്ട് ചെയ്തു. ഇത് നമുക്കിനി H1 ആക്കി, H2, H3 എന്ത് വേണമെങ്കിലും ആക്കി മാറ്റാം. അപ്പം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇപ്പം ഇവിടെ ഇൻസ്പിറേഷണൽ എന്ന് പറയുന്ന ഒരു വാക്ക് ബോൾഡാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ലേണിങ് ബോൾഡാക്കണം. അപ്പോൾ ലേണിങ് ഞാൻ എടുത്തിട്ടുണ്ട്. തൊട്ട് മുകളിൽ ബോൾഡ് കൊടുത്തിട്ടുണ്ട്, ദെൻ ഇറ്റാലിക്സും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടുത്തെ ലേണിങ് ബോൾഡ് ഇറ്റാലിക്സായി. അതേമാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എന്താ പറയുക ചേഞ്ചസും സേവ് ആകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ പിക്ചറുകൾ മാറ്റാനുള്ളത്, പിക്ചറുകൾ ചലിക്കുന്ന പിക്ചറുകളാക്കാനുള്ളത്, അങ്ങനെയൊക്കെയുള്ള, എന്നിട്ട് ഒരു സ്ക്രീനിൽ ഒരു പിക്ചർ വന്നിട്ട് അടുത്ത പിക്ചർ വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.